ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ടൈറ്റിലും തമ്മിലും കണ്ട പോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് നീറ്റിന്, കീം, ജെഇ ഇങ്ങനത്തെ മെയിൻ എൻട്രൻസ് ആൾക്ക് ഏറ്റവും നല്ല കോച്ചിങ് സെൻറ്റർ ഏതാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത്. ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട. അതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റിൽ ഞാൻ ഓൺലൈൻ വേഴ്സസ് ഓഫ്ലൈൻ കോച്ചിങ്ങിൻ്റെ കുറിച്ചൊന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ലാഗൊന്നും എടുപ്പിക്കാതെ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ബേസിക് സാധനങ്ങളുണ്ട്. അതെന്താണെന്നൊന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പം നീറ്റ് ആയാലും ജെഇ ആയാലും കീം ആയാലും കേട്ടോ, നമ്മളൊരു എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ സത്യം പറഞ്ഞ ഒരു 4 പില്ലേഴ്സ് ഉണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. 4 പില്ലേഴ്സ്, ഒരു ബേസിക് ബ്ലോക്സ് ഓഫ് ഏത് എൻട്രൻസും. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ കോൺസെപ്റ്റുവൽ നോളജാണ്, നമുക്ക് അതിലുള്ള ആ സിലബസിലുള്ള നോളജ്. രണ്ടാമത്തെ പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. മൂന്നാമത്തെ പറഞ്ഞാൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന ടെസ്റ്റാണ്. നാലാമത്തെ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ എത്ര കുറവാണ് നമ്മുടെ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ. ഈ പില്ലേഴ്സ് ഒക്കെ ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഇതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കേണ്ടത്. ഈ 4 പോയിന്റ്സിനെ കുറിച്ച് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ആ തറ, നമ്മുടെ എൻട്രൻസ് പ്രിപ്പറേഷനിലെ ആ തറ, അതാണ് എന്ത്, ആ കോൺസെപ്റ്റ് നമ്മൾ അടിപൊളിയാക്കുക, അതായത് ആ തിയറി നോളജ് നമ്മൾ പക്കാക്കുക. അതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യണ്ടോന്ന് എങ്ങനെ നോക്കുക. അതായത് അവിടുത്തെ ഫാക്കൽറ്റീസ് പറഞ്ഞാൽ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കണം. പിന്നെ ആ ഫാക്കൽറ്റീസിന് എന്താണ്, നമുക്ക് ഡൗട്ട് ക്ലിയറൻസിന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് തലയിൽ കയറണം എന്നില്ല, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഡൗട്ട്സ് വരാം. അപ്പോൾ അതൊക്കെ ചോദിക്കാൻ പറ്റിയ ഫാക്കൽറ്റീസ് അവിടെ ഉണ്ടോ എന്നുള്ളത് എന്തായാലും ഉറപ്പ് വരുത്തണം. ഇത് പറഞ്ഞാൽ ജെയിൻ്റെ കേസിൽ ഒന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആവും. കാരണം ജെഇ മെയിൻ അഡ്വാൻസ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് വേണം. അപ്പോൾ എന്താണ്, അത് നമുക്ക് ബേസിക് ആയിട്ട് കിട്ടുക സാറുമാരുടെ അടുത്ത് നിന്നാണല്ലോ. അപ്പോൾ അവിടുത്തെ ഫാക്കൽറ്റീസ് അത്ര അടിപൊളിയാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞു, ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ അവർ പ്രൊവൈഡ് ചെയ്യണ കോച്ചിങ് മെറ്റീരിയൽ. നമ്മൾ സ്റ്റുഡൻസ് മാത്രമല്ല, എന്നോട് ഇപ്പോൾ ആര് ചോദിച്ചു ഞാൻ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ചെയ്യേണ്ടത്, അതായത് ആ പാഠം പഠിച്ചു കഴിഞ്ഞിട്ട് ഫസ്റ്റ് എവിടെ നിന്നാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയാം കോച്ചിങ് മെറ്റീരിയൽ. അതായത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കോച്ചിങ് മെറ്റീരിയൽ. അപ്പം നിങ്ങളെ കോച്ചിങ് മെറ്റീരിയലിൽ എല്ലാ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും വേണം. അതായത് ഇനിയിപ്പോൾ നീറ്റ്, കീം, ജെഇ, ഇത് ഇപ്പം ജെഇ മെയിൻസ് ആയിട്ട് പറയണത്. ജെഇ മെയിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഈസി ആയാലും ഭയങ്കര ടഫായി കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ മൊഡ്യൂളിൽ വേണം. ജെഇ അഡ്വാൻസ് ഞാൻ ഒഴിവാക്കിയെന്ന് വെച്ചാൽ ജെഇ അഡ്വാൻസിൽ എന്തായാലും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുള്ളൂ. സോ നിങ്ങൾ ജെഇക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, ആ മൊഡ്യൂളിൽ നിങ്ങൾ ആ ജെഇ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. ഇപ്പം നീറ്റ്, കീം, ജെഇ മെയിൻ അതാണ് നിങ്ങൾ ഫോക്കസ് എങ്കിൽ ഈസി ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും വേണം, ടഫ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ് നിങ്ങളെ മൊഡ്യൂളിൽ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. പിന്നെ ആ ഒരു ചാപ്റ്ററിന് എന്തായാലും ഏറ്റവും മിനിമം എന്തായാലും ഒരു 150 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളതും ഉറപ്പ് വരുത്തണം നിങ്ങൾ ആ കോച്ചിങ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ. അങ്ങനെ ഈ 2 പില്ലേഴ്സ് കഴിഞ്ഞു. നിങ്ങൾ എന്താ ചെയ്യും, ആ ഫാക്കൾട്ടിൻ്റെ അടുത്ത് നല്ല പ്രോപ്പറായിട്ട് ക്ലാസ് കിട്ടും, കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി അടുത്ത ബേസിക് പില്ലർ നമ്മൾ അടിപൊളിയാക്കണം. എന്താണ്, ടെസ്റ്റ്. അപ്പോൾ ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ടെസ്റ്റിന്റെ ലെവല്, അതായത് നമുക്ക് വരാൻ പോണ എക്സാമിന്റെ ലെവലും വേണം. അതിലേറെ ടഫ് പേപ്പർ നമുക്ക് ഇട്ടുതരണം, അതിലേറെ ഈസി പേപ്പർ നമുക്ക് ഇട്ടുതരണം. പിന്നെ അതിന്റെ ഫ്രീക്വൻസി, വീക്ക്ലി ആണോ അതോ വീക്ക്ലി എത്ര ടെസ്റ്റ് വരും, മന്ത്ലി എത്ര ടെസ്റ്റ് വരും, അതായത് ഒരു പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തണം. അപ്പൊ ഇതിൽ തന്നെ എനിക്ക് വേറൊരു പോയിന്റും കൂടി ആഡ് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ സിലബസ് കംപ്ലീഷൻ. അതായത് എത്ര പെട്ടെന്ന് നിങ്ങളെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എഫക്റ്റീവായിട്ട് സിലബസ് തീർക്കും. അതായത് പെട്ടെന്ന് തീർക്കണം എന്ന് പറഞ്ഞിട്ട് ചില കുറേ അടിച്ച് മിന്നിട്ട് ക്ലാസ് എടുത്ത് പോകല്ല. അതായത് ആ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എത്ര പെട്ടെന്ന് സിലബസ് തീർക്കും, അതിൻ്റെ അടിയിൽ എത്ര പാർട്ട് ടെസ്റ്റ് നടത്തും. കാരണം ഈ സിലബസ് കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ഫുൾ മോക്ക് ടെസ്റ്റ്, റിവിഷനൊക്കെ എഴുതി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു ലാസ്റ്റ് 2 to 3 months, ഇനിയിപ്പോൾ അതിലേറെ കൂടുതലാണെങ്കിൽ നല്ലത് കിട്ടാം, അതായത് 2 months ഒന്നും അടിയിക്ക് ഒരിക്കലും പോരുതെന്ന് നമ്മളെ റിവിഷൻ്റെയും മോക്ക് ടെസ്റ്റിൻ്റെ ടൈം. സോ ലാസ്റ്റ് 2 months അറ്റ്ലീസ്റ്റ് മുന്നെങ്കിലും അവർ സിലബസ് തീർത്തിട്ടുണ്ടായിരിക്കണം. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ ബേസിക് പില്ലർ എന്താണ്, നമ്മളെ മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് നിർത്തേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഒരു മെന്റർ. ഒരു നല്ലൊരു മെന്റർ ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവിടുത്തെ
റിസൾട്ട്, അതായത് അവർ നീറ്റ്, ജെഇ, കീം ഇതിനൊക്കെ എങ്ങനെ റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതായത് അവിടുന്ന് എത്ര ഓൾ ഇന്ത്യ, കേരള ലെവൽ ടോപ്പേഴ്സിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇത് പറയുമ്പോൾ എനിക്ക് ഒറ്റൊരു കാര്യം കൂടി പറയാൻ കേട്ടോ, പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രോബ്ലം ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു ഫാക്റ്റ് ആയിട്ട് പറയണം, ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ട് ഇതിനൊക്കെ ഉപരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ അറിയോ, അതായത് അവിടേക്ക് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ്. അതായത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ സ്കോളർഷിപ്പ് ഒക്കെ കൊടുത്തിട്ട്, ചിന്തിച്ചാൽ മനസ്സിലാവും, സ്കോളർഷിപ്പ് ഒക്കെ കൊടുത്തിട്ട് ഇപ്പോൾ എന്താണ് ഒരു ഇത്ര കട്ട് ഓഫ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഹോസ്റ്റലും ഇതൊക്കെ ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞാണ്ട് ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഈ സ്റ്റുഡൻസിനെ വിളിക്കണത് എന്തിനാന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് അത്രയ്ക്ക് എഫേർട്ട് ഇട്ടുന്ന സ്റ്റുഡൻസിനെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെ പണി എളുപ്പം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ഫുട്ബോൾ ടീമിൽ കോച്ചാണ് വിചാരിച്ചോ, നിങ്ങളുടെ ടീമിൽ മെസ്സി, റൊണാൾഡോ, നെയ്മർ അങ്ങനത്തെ ഭയങ്കര ലെഗസി ഉള്ള പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കോച്ചിന്റെ പണി എളുപ്പമാവുമല്ലോ. അതായത് ആ ടീം ഓവറോൾ നോക്കുകയാണെങ്കിൽ ആ ടീമിന്റെ പെർഫോമൻസ് അടിപൊളിയാവുമല്ലോ. അപ്പൊ ഇതേപോലെ തന്നെയാണ് എന്താണ് നമ്മുടെ ഈ എൻട്രൻസ് ഫീൽഡ് വരുന്നത്. അതായത് ഇപ്പൊ ആ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് ഒരു നല്ലൊരു സ്റ്റുഡന്റിനെ കിട്ടുകയാണെങ്കിൽ, നല്ല ഇപ്പൊ എന്താ പറയാ, നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള നല്ല ഐക്യം ഒക്കെ ഉള്ള ഒരു സ്റ്റുഡന്റിനെ കിട്ടിയാൽ അവർക്ക് എന്താണ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും ഭയങ്കര ഈസി ആവും. അപ്പൊ ഇവിടെ ഒരു ചിലപ്പോൾ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു അടി കിട്ടാൻ ചാൻസ് ആർക്കാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻസ്. ചില കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നല്ല പാർഷ്യാലിറ്റി നടക്കുന്നതായിട്ട് ഞാൻ കേട്ടിരുന്നത്. അതായത് അവരെന്താവും ഈ ടോപ്പേഴ്സിനെ മാത്രം നല്ലോണം ഫോക്കസ് ചെയ്യും, എന്നിട്ട് ആ ടോപ്പേഴ്സിനെ വെച്ചിട്ട് എന്തായാലും അവർക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുക. അങ്ങനെ ഈ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻസിനെ അവരങ്ങനെ ഫോക്കസ് ചെയ്യാത്തൊരു പ്രശ്നം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നം നിങ്ങൾ എന്തായാലും അവിടുന്ന് പഠിച്ചിറങ്ങിയ അലുമിനീസിനോട് ചോദിക്കണം. അതായത് ഇപ്പൊ ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും അവിടുന്ന് പഠിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള എബവ് ആവറേജ് സ്റ്റുഡന്റ്, ആവറേജ് സ്റ്റുഡന്റ്, ബിലോ ആവറേജ് സ്റ്റുഡന്റ്, ഈ 3 ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിന്റെ എന്താണ് ഫീഡ്ബാക്ക് നമ്മൾ കേൾക്കണം. അല്ലാതെ ഒരു നല്ല പഠിക്കണ നല്ല ഐക്യു കൂടിയ ഒരു സ്റ്റുഡന്റിന്റെ മാത്രം ആവരുത്. പിന്നെ ഈ പോയിന്റ് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റുഡൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി, പിന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുക. നമ്മൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ ഉണ്ടോ, ആ സ്റ്റുഡന്റ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, ഈ സ്റ്റുഡന്റ് നമ്മളിൽ നിന്ന് ഇത്ര ടോപ്പേഴ്സ് നമുക്കാണ്, നിങ്ങൾക്ക് അതിലല്ലോ, അതിൽ മറ്റൊരു അവിടുന്നത് വരെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതുണ്ട് ഇതുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഒഴിവാക്കാനും കൂടിയാണ് ഞാൻ ഈ ഒരു പോയിന്റ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാം, ആ ഒരു പവർ നിങ്ങൾക്കുണ്ട്. അതായത് നിങ്ങളെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ഭയങ്കര ഒരു റിസൾട്ട്, ഇപ്പൊ നിങ്ങളൊരു ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് കണ്ടടിച്ചു വിചാരിച്ചോ, നിങ്ങളെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലെഗസി തന്നെ നിങ്ങൾക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് അത്ര എന്താണ് ലോയൽറ്റി അല്ലെങ്കിൽ അത്ര ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഈ കമന്റ് സെക്ഷനിൽ കിടന്ന് അടി ഉണ്ടാക്കല്ലോ വേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് അവർക്ക് നല്ലൊരു റിസൾട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് എന്തൊക്കെയാണ് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണ്ട ക്വാളിറ്റി എന്ന്. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് ഞാനൊരു അനാലിസിസ് ചെയ്തു. അത് മാത്രമല്ല എൻ്റെ ഇവിടുത്തെ ജൂനിയേഴ്സ് ഇപ്പൊ പലരും പല കോച്ചിങ് സെന്റേഴ്സ് എന്നുള്ളവരുണ്ട്. അപ്പൊ അവരോടൊക്കെ ഫീഡ്ബാക്ക് എടുത്ത ശേഷം ഏറ്റവും നല്ല കോച്ചിങ് സെന്റേഴ്സ് ഫോർ നീറ്റ്, ജെഇ, കീം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ബ്രില്യൻറ്റ് നല്ലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സൈലം, യൂണിവേഴ്സൽ, പിന്നെ ഏതാ എജുപോർട്ട്, റേസ്, ഡോപ്പ, ആകാശ്, മെർക്കുറി, ഇതൊക്കെയാണ് ഞാൻ ഇവിടുന്ന് ഇപ്പൊ ഞാനും പിന്നെ എൻ്റെ ജൂനിയേഴ്സും ബാച്ച്മേറ്റ്സും ഒക്കെ അവരായിട്ട് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു എൻ്റെ മൈൻഡിൽ വന്ന ലിസ്റ്റ്. അപ്പൊ ഇതിന് നിങ്ങൾ സ്റ്റുഡൻസ് എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇപ്പൊ ഞാൻ ഇവിടെ കുറെ ലിസ്റ്റ് പറഞ്ഞു, ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലത്തെ സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ദാറ്റ് മീൻസ് ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു പൊട്ടൻഷ്യൽ ഒരു സ്റ്റുഡന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഹാർഡ് വർക്കിംഗ് ഒക്കെ റെഡി ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള പ്രൂഫ് ഇതാണ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റോള്, ഒരു എൻട്രൻസ് ജേർണിയിൽ ഉള്ള റോള് എന്ന് പറഞ്ഞാൽ ഓൺലി 20 to 25% മാക്സിമം. ബാക്കി 75 to 80% നമ്മൾ സ്റ്റുഡൻസ് ഇടുന്ന എഫേർട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ 20 to 25% പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒക്കെ അനലൈസ് ചെയ്ത ശേഷമുള്ള ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്തിട്ട് അവർ 100% നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ ഭാഗത്തുള്ള ആ 75 to 80% എന്നുള്ളത് 1000% or 10,000% നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുട്ടുപോലെ ഏത് എൻട്രൻസും ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഓൺലൈൻ കോച്ചിങ് വേഴ്സസ് ഓഫ്ലൈൻ കോച്ചിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ പറയട്ടെ, എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ കോച്ചിങ്ങാണ്. അതിൻ്റെ റീസൺസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഓഫ്ലൈനിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, വൺ ഓഫ് ദി ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചിലപ്പോൾ ടോപ്പ് ഫാക്കൽറ്റീസിനെ കിട്ടൂല. അതായത് ഈ ടോപ്പ് ക്ലാസ്സസ്ക്ക് ആവും എന്താ ഇവർ ടോപ്പ് ഫാക്കൽറ്റീസിനെ കൊടുക്കുക. അപ്പോൾ കുറേ ബാച്ചസ് ഉള്ള ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഒരു
ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻസിന്റെ ലെവലിലേക്ക് എത്തുമ്പോഴത്തേനും അവർക്ക് ടോപ്പ് ഫാക്കൽറ്റീസിന് കൊടുക്കാൻ പറ്റൂല, അത് പ്രാക്ടിക്കൽ ആവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം വരും. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓൺലൈനാണ്. ഓൺലൈനിൽ എന്ന് പറഞ്ഞല്ല ഒരു ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ആണ്. അതായത് നിങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ പുലികളായിട്ടുള്ള ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റീസിന്റെ ക്ലാസ് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓൾ ഇന്ത്യ ലെവൽ ടോപ്പറിന് കിട്ടുന്ന ക്ലാസ്സസും നിങ്ങൾക്ക് നിങ്ങളെ ഫോണിൽ ഫ്രീ ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമ്മളനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാം. ഇപ്പോൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയം മുതൽ ഈ ഒരു സമയം വരെ ക്ലാസ്സസ് കേൾക്കുക, പിന്നെ നേരെ ഹോസ്റ്റലിലേക്ക് പോവുക, എന്നിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത് ചെയ്യുക, ഈ സമയത്ത് ഉറങ്ങുക, ഈ സമയത്ത് തന്നെ എണീക്കുക, അങ്ങനെയൊക്കെയാണ്. ബട്ട് നമ്മൾ ഓൺലൈനാണെങ്കിൽ നമ്മളെ ഇഷ്ടമുള്ള പോലെ ഷെഡ്യൂൾ ചെയ്യുക. അതായത് ചിലപ്പോൾ ചില ദിവസങ്ങൾ നമ്മൾക്ക് എന്താവും, രാവിലെ തന്നെ എണീച്ച ഉടനെ ക്ലാസ് കേൾക്കണതാവും ഒന്നും കൂടി നമുക്ക് സ്യൂട്ടബിൾ ആവുക. ചില ദിവസം നമുക്ക് ഉച്ചയ്ക്ക് കേൾക്കണതാവും, രാവിലെ നമുക്ക് റിവിഷൻ ചെയ്യാൻ തോന്നും. ചില ദിവസം നമുക്ക് വൈകുന്നേരം കേട്ട് തുടങ്ങേണ്ടി വരും ക്ലാസ്സസ്. പിന്നെ ചില ദിവസം പിന്നെ ചിലവർക്ക് പറഞ്ഞാൽ നേരത്തെ ഉറങ്ങേണ്ടി വരും, ചിലർക്ക് പറഞ്ഞാൽ വൈകി ഉറങ്ങേണ്ടി വരും. ഈ ഒരു സുഖം നിങ്ങൾ ഓഫ്ലൈനിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ബട്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ അത്ര ഡിസിപ്ലിൻഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഓൺലൈൻ യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്, നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും, ഒരു ഡിസ്ട്രാക്ഷനും നിങ്ങളെ തളർത്താൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ 100,000 ടൈംസ് ബെറ്റർ ദാൻ ഓഫ്ലൈൻ. അതല്ല, ഈ ഞാൻ പറഞ്ഞ പോയിന്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ തിരിച്ചാവും. ഓൺലൈൻ ഈസ് 100 or 1000 ടൈംസ് വേഴ്സ് ദാൻ എന്താവും, നമ്മളെ ഓഫ്ലൈൻ കോച്ചിങ് ആവും. ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ ആവുക എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ട് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഫൈനലി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഓരോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓരോ ഫേക്ക് അഡ്വർടൈസ്മെന്റ്സും ഇങ്ങനെ ക്ലെയിമൊന്നും ഇങ്ങനെ കുറേ ക്ലെയിമുകൾ പറയേണ്ടതെന്ന് വിചാരിച്ച് വെറുതെ ബ്ലൈൻഡ്ലി പോയി അവിടെ അങ്ങോട്ട് ജോയിൻ ചെയ്യാതെ വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടുന്ന് പഠിച്ചിറങ്ങി, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ, അവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആവറേജ്, എബവ് ആവറേജ്, ബിലോ ആവറേജ്, ഈ 3 സ്റ്റുഡൻസിനോടും അവിടുത്തെ ഫീഡ്ബാക്ക് പ്രോപ്പറായിട്ട് എടുത്തിട്ട് എല്ലാത്തിനെ കുറിച്ച്, അവിടുത്തെ ഹോസ്റ്റൽ സിസ്റ്റം, ഇനിയിപ്പോൾ അവിടുത്തെ ഫുഡ് ക്വാളിറ്റി, പിന്നെന്താണ് അവിടുത്തെ ക്ലാസ്സസ്, എല്ലാത്തിനെ കുറിച്ചും A to Z ചോദിച്ച ശേഷം മാത്രം ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുക. പിന്നെ ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വെറും അതിൻ്റെ ടോപ്പ് റിസൾട്ട്സ് കണ്ടിട്ട് മാത്രം ബ്ലൈൻഡ്ലി അതങ്ങോട്ട് ഭയങ്കര സംഭവമാണ്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഇത്ര കുറേ ടോപ്പ് സ്റ്റുഡൻസ് അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ടോപ്പ് റിസൾട്ട് ഉണ്ടാക്കാൻ വളരെ സുഖമാണ്. അവിടുത്തെ ഫുൾ ഫാക്ടേഴ്സ് നിങ്ങൾ ചെക്ക് ചെയ്യണം. അവിടെ പാർഷ്യാലിറ്റി നടക്കുന്നുണ്ട്, അവിടുത്തെ ബാക്കി ഇപ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത ശേഷം മാത്രം ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഈ അടികളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോപ്പർ 20 to 25% തരുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യുക. നിങ്ങളെ സൈഡിൽ നിന്നുള്ള ഫുൾ എഫേർട്ട് നിങ്ങൾ ഇടുക. എന്നിട്ട് എല്ലാവർക്കും, ഇപ്പോൾ നീറ്റ് ആണെങ്കിലും, നീറ്റ് ആസ്പിറൻസ് ആണെങ്കിലും, കീം ആസ്പിറൻസ് ആണെങ്കിലും, ജെ ആസ്പിറൻസ് ആണെങ്കിലും, നിങ്ങളുടെ ഡ്രീം കോളേജ് എത്താൻ പറ്റട്ടെ എന്നുള്ളത് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് വീഡിയോ എന്താ വേണ്ടതെന്നുള്ളതും കമൻറ്റ് ചെയ്തോ. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ.